മെഴുവേലി ബാബുജിയുടെ ഹൃദയം കൊണ്ട് തുലാഭാരം. അധ്യായം 1. ഒഴിയടാ കുറച്ചൂടെ. ഗ്ലാസിൽ അവശേഷിച്ചിരുന്ന പട്ടച്ചാരായം വലിച്ചു കുടിച്ചുകൊണ്ട് ശേഖരൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഷാപ്പുകാരൻ തോമ നെറ്റിച്ചുളിച്ചു. ഇപ്പോൾ തന്നെ ശേഖരൻ ചേട്ടൻ നല്ല ഫിറ്റാണ്. ശേഖരനാണെങ്കിൽ മറ്റാരെയും ശ്രദ്ധിക്കാതെ കപ്പ മീൻകറിയിൽ മുക്കി വായിലേക്ക് വെച്ചു. ഷാപ്പിൽ പിന്നെയും മറ്റു പലരുമുണ്ടായിരുന്നു. മീൻകാരൻ കുഞ്ഞുകുഞ്ഞ്, ബാർബർ ചെല്ലപ്പൻ, അങ്ങനെ അവിടുത്തെ സ്ഥിരം പറ്റുവരവുകാർ. ശേഖരന് 40 വയസ്സോളമായി കാണും. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഡ്രൈവറാണയാൾ. ലോറിക്കാരൻ ശേഖരനെ അറിയാത്തവരാരും കാണില്ല ആ നാട്ടിൽ. ഒന്നു പറഞ്ഞ് രണ്ടാമത്തേതിന് അടിവയ്ക്കും. എന്താടാ ഒഴിക്കാൻ ഇത്ര താമസം? ശേഖരൻ തലയുയർത്തി മീശ ഒന്നുകൂടി പിരിച്ചുവെച്ചു. തോമ ഭവ്യത വിടാതെ പറഞ്ഞു. ഇപ്പോൾ തന്നെ ചേട്ടൻ നല്ല ഫിറ്റാ. ഇതും കൂടി ആയാൽ ഫാ. മുഖമുടച്ച് ഒരാട്ടാട്ടിയിട്ട് ശേഖരൻ നല്ലൊരു തെറി കൂടി വിളിച്ചു. നിന്റെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ കാശു കൊടുത്തിട്ടാണോടാ ശേഖരൻ കുടിക്കുന്നത്? ഒരുത്തനും ഒറ്റ പൈസ പോലും ഞാൻ തരാനുമില്ല. ഉണ്ടോടാ? ആരും മിണ്ടിയില്ല. ഇടയിൽ കയറി വെറുതെ അഭിപ്രായം പറഞ്ഞാൽ മതി. അയാളുടെ കൈക്കരുത്തറിയാം. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുമുണ്ട്. അതല്ല ചേട്ടാ. തോമ അനുനയത്തിൽ കൂടി. ഇപ്പോ പോലീസുകാര് മദ്യപിക്കുന്ന ഡ്രൈവർമാരെ പിടിക്കാൻ ഒരു കുന്ത്രാണ്ടവുമായിട്ടാ നടപ്പ്. പിടി വീണ് കഴിഞ്ഞാൽ കുറെ കാലം വീട്ടിലിരിക്കേണ്ടി വരും. ഓ പിന്നെ എന്നെ അവന്മാരൊലത്തും. നീ ചാരായം ഒഴിക്കടാ. പിന്നെ തോമ ഒന്നും പറയാൻ പോയില്ല. മദ്യം ഒഴിച്ചു കൊടുത്തു. അതും കൂടി വലിച്ചു കുടിച്ചിട്ട് ശേഖരൻ എണീറ്റു. കാലുകൾ വേച്ചുപോയി. എത്രയായടാ? തോമ പറ്റു പറഞ്ഞു. ശേഖരൻ മടിക്കുത്തിൽ നിന്നും 100-ന്റെ ഒരു നോട്ടെടുത്ത് മേശപ്പുറത്തേക്കിട്ടു. ബാക്കി വച്ചേര്, നാളെ കണക്കു പറയാം. കൈ കഴുകി വേച്ച് ലോറിക്ക് നേരെ നടക്കുന്ന ശേഖരനെ നോക്കി മറ്റുള്ളവർ പുച്ഛിച്ചു. ഒരു മാന്യൻ. മീൻകാരൻ കുഞ്ഞുകുഞ്ഞ് കാറിത്തുപ്പി. വലിയ വീരവാദം പറയുന്നുണ്ടല്ലോ. ആ പെണ്ണും പിള്ളയ്ക്കും പിള്ളേർക്കും ചെലവിന് കൊടുത്തിട്ട് ഈ നാറിക്ക് പറയരുതോ? പാവം പെണ്ണ്. ഇവൻ 4 കാലിൽ ഏത് നേരത്താ ചെല്ലുന്നതെന്ന് നോക്കി കാത്തിരിക്കും. ചെന്നാലോ എടുത്തിട്ട് കിളക്കുകയല്ലേ ദുഷ്ടൻ. അതിന്റെ കണ്ണീര് കാണുമ്പോ ഞാൻ മീൻ കടം കൊടുത്തു പോകും. രൂപ എത്ര തരാനുണ്ടെന്നറിയാമോ? ബാർബർ ചെല്ലപ്പനും പറയാനുണ്ടായിരുന്നു. ഇന്നാൾ ആ പെണ്ണ് കൊച്ചുങ്ങളുടെ മുടി വെട്ടിക്കാൻ വന്നു. 5ഉം 10ഉം പൈസയുടെ തുട്ടുകൾ മാത്രം. അതൊരു നോട്ട് പോലും കണ്ട കാലം മറന്നു കാണും. അയാൾ ഒന്ന് നിശ്വസിച്ചു. ഹാ, തലേ വരയ്ക്കാൻ പറ്റുമോ? അവിടെ കുടുംബവീതം കൂടി വിറ്റിട്ട് കൊണ്ടു കൊടുത്തില്ലേ കുടിക്കാൻ? ലോറി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം. എന്നാലും ഇവനെ സമ്മതിച്ചു കൊടുക്കണം. എത്ര ഫിറ്റാണേലും ലോറി ഇതുവരെ ഒരിടത്തും തട്ടിയിട്ടില്ല. അതൊന്നും ഇവന്റെ ഗുണം കൊണ്ടല്ലെന്നേ, ആ പിള്ളേരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാ. ലോറി പാഞ്ഞുപോയി. സരസ്വതി ഇരുളിലേക്ക് തുറിച്ചു നോക്കിയിരുന്നു. ഉറക്കം കൺപോളകളെ തഴുകുകയാണ്. ഇടയ്ക്കവൾ ഉറങ്ങി പിന്നോട്ടാഞ്ഞുപോയി. വേഗം തന്നെ കണ്ണു തുറന്നു. മുറിക്കുള്ളിൽ ഒരു മണ്ണെണ്ണ വിളക്ക് മുനിഞ്ഞു കത്തുന്നുണ്ട്. സമ്പന്നരുടെ കോളനി എന്ന് പറയപ്പെടുന്ന ഈ ഭാഗത്ത് വൈദ്യുതിയില്ലാത്ത ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ. 10 സെന്റ് വസ്തുവും 2 മുറിയും അടുക്കളയുമുള്ള ചെറിയ വീടും. എത്രയോ തവണ ഈ വസ്തു കൂടി വിൽക്കാൻ അദ്ദേഹം ആളിനെയും കൊണ്ട് വന്നതാണ്. കരഞ്ഞു കാലു പിടിച്ചിട്ടും അടി വാങ്ങിയും ഇത്രയും കാലം കഴിഞ്ഞു. തന്റെ ജന്മം ഇങ്ങനെയായതെങ്ങനെ? സരസ്വതിക്ക് അതിനുത്തരം കിട്ടിയില്ല. എത്ര കാലമായി ഇത് സഹിക്കുന്നു? അവൾ തളർച്ചയോടെ ഭിത്തിയിലേക്ക് ചാരി. വിശപ്പ് ശരീരത്തെ അപ്പാടെ പൊതിയുകയാണ്. ഇന്ന് അത്താഴം വയ്ക്കാൻ അരിക്കുവേണ്ടി താൻ എത്ര വീടുകളുടെ വാതിലുകളിൽ മുട്ടി. ഓർക്കുമ്പോൾ സങ്കടമാണ്. അറിഞ്ഞുകൊണ്ട് താൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ആ തനിക്കു തന്നെ ഈ അവസ്ഥ. മുൻജന്മ പാപമെന്നും മറ്റും പറയുന്നത് ഇതൊക്കെയായിരിക്കും. ശേഖരേട്ടൻ എന്തേ ഇങ്ങനെയായി? ഒരിക്കൽ താനെന്നു പറഞ്ഞാൽ ജീവനായിരുന്നു ചേട്ടന്. എത്ര പെട്ടെന്നാണ് കാലം തിരിഞ്ഞത്. അവളുടെ കണ്ണുകൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് നീണ്ടു ചെന്നു. ദീപുവും ബിന്ദുവും. 6 വയസ്സായിട്ടും ദീപുവിനെ ഇതുവരെ സ്കൂളിൽ അയക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ കോളനിയിൽ സ്കൂളിൽ പോകാത്ത ഏക കുട്ടി അവൻ മാത്രമായിരിക്കും. ബിന്ദുവിന് പിന്നെ 3 വയസ്സേ ആയുള്ളൂ എന്ന് ആശ്വസിക്കാം. സ്കൂളിൽ പോയി വരുന്ന കുട്ടികളെ ദീപുമോൻ വിടർന്ന കണ്ണുകളോടെ നോക്കി നിൽക്കും. അതൊക്കെ കാണുമ്പോൾ നെഞ്ചു പൊടിയുകയാണ്. ഈശ്വര, എവിടെയോ ഒരു വാഹനത്തിന്റെ ശബ്ദം. ശേഖരേട്ടനാവുമോ? രാവിലെ പോകുമ്പോൾ മുതൽ ഉത്കണ്ഠയാണ്. മദ്യപിച്ചിട്ട് വല്ലവരോടും വഴക്കോ അടിപിടിയോ, അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടം. തിരിച്ചു വന്ന് കാണുന്നതുവരെ നെഞ്ചിനുള്ളിലൊരു പിടച്ചിൽ. അകലെ നിന്ന് ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചം അടുത്തു വരുന്നത് അവൾ കണ്ടു. ആ വാഹനത്തിന്റെ ശബ്ദം അവൾക്ക് പരിചയമുള്ളതായിരുന്നു. സരസ്വതി എണീറ്റു. വല്ലാത്തൊരു ശബ്ദത്തോടെ വീടിനു മുന്നിലെ റോഡിൽ ലോറി ബ്രേക്കിട്ട് നിന്നു. സരസ്വതി വിളക്കുമായി വാതിൽക്കലെത്തി. വേച്ചു നടന്നു വരുന്ന ശേഖരൻ. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അയാളുടെ ചുവന്ന കലങ്ങിയ കണ്ണുകൾ അവൾ കണ്ടു. ഇതുവരെ ആരെ നോക്കി ഉറക്കിളച്ചിരിക്കായിരുന്നടി?
മുറ്റത്തെത്തിയപ്പോഴേ ശേഖരൻ ചീറി. സരസ്വതി മിണ്ടിയില്ല. ഇത് പതിവുള്ളതാണല്ലോ. അവൾ വാതിലൊഴിഞ്ഞു നിന്നു. സരസ്വതിയെ കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് അയാൾ അകത്തു കടന്നു. ഷർട്ട് അഴിച്ച് മുറിയുടെ മൂലയിലേക്കെറിഞ്ഞു. മദ്യത്തിന്റെ അതിരൂക്ഷ ഗന്ധം. സരസ്വതി മുഖം തിരിച്ചു. വായി നോക്കി നിൽക്കാതെ പോയി ചോറ് വിളമ്പടി. സരസ്വതി പിൻവാങ്ങി. ശേഖരൻ ഒരു ബീഡി കത്തിച്ചു. ശേഖരന് കൈകഴുകി വന്ന് പലകയിലിരുന്നു. മുന്നിലിരിക്കുന്ന വിഭവങ്ങൾ കണ്ടപ്പോഴേ അയാൾക്ക് ചൊറിഞ്ഞു കയറി. എന്തൊക്കെയാടി ഉണ്ടാക്കി വച്ചിരിക്കുന്നേ? അവൾ മിണ്ടിയില്ല. ചോറും സാമ്പാറു പോലെ എന്തോ ഒരുതരം കറിയും. മറ്റൊന്നുമില്ലേടി? ഇല്ല, ഇവിടെ ഒന്നുമില്ലായിരുന്നു. നായിന്റെ മോളെ, തറുതല പറയുന്നോടി. ചോദിച്ചതും കാലുയർത്തി ഒറ്റ ചവിട്ടായിരുന്നു. ഒറ്റ ഏറായിരുന്നു ചോറ്റുപാത്രമെടുത്ത്. സരസ്വതി പിന്നോട്ട് വേച്ചുപോയി. തൊണ്ടയിൽ നിന്ന് ഉയർന്ന നിലവിളി അവൾ പണിപ്പെട്ടൊതുക്കി. താൻ നിലവിളിക്കുന്നത് കേട്ടാൽ കുഞ്ഞുങ്ങൾ ഉണരും. അവരും നിലവിളിക്കും. അടുത്ത വീടുകളിലുള്ളവർക്ക് അത് ശല്യമാകും. പലതവണ അവർ മുന്നറിയിപ്പ് തന്നതാണ് പോലീസിൽ പരാതിപ്പെടുമെന്ന്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ശേഖരേട്ടൻ അവരെയും തെറി വിളിച്ചിട്ടുണ്ട്. ശേഖരൻ ചോറും കറിയും തട്ടിയെറിഞ്ഞു. ഈശ്വരാ! സരസ്വതി നെഞ്ചിൽ കൈവച്ചു. താൻ യാചിച്ചു കൊണ്ടുവന്നതാണിത്. അവളുടെ കണ്ണുകൾ രണ്ടരുവികളായി. എന്താടി മോങ്ങുന്നത്? ശേഖരൻ അവളുടെ തലമുടി കുത്തിപ്പിടിച്ച് വലിച്ചുയർത്തി. പിന്നെ ഇരു കവിളുകളിലും ആഞ്ഞടിച്ചു. ഇനി പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. സരസ്വതി നിലവിളിച്ചു പോയി. അതുകേട്ട് കുട്ടികൾ ഉണർന്നു. ശേഖരൻ അവളുടെ തലമുടിയിലെ പിടിവിട്ടില്ല. അച്ഛാ, അമ്മയെ കൊല്ലല്ലേ! കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. ശേഖരൻ കൈ നിവർത്തി ഒറ്റയടിയായിരുന്നു. ദീപു വട്ടം കറങ്ങി തറയിൽ വീണു. ബിന്ദുമോൾ അതുകണ്ട് അലറിക്കരഞ്ഞു. അണ്ണനെ കൊന്നേ! അവൾ ഭയന്ന് മൂത്രമൊഴിച്ചുപോയി. എന്റെ മോനെ! സരസ്വതി ദീപുവിന്റെ അടുത്തേക്ക് നീങ്ങിയെങ്കിലും ശേഖരൻ തലമുടിയിലെ പിടുത്തം വിട്ടില്ല. ചാകട്ടെടി, മുടിക്കാനുണ്ടായ സന്തതികൾ. നല്ല ആഹാരമുണ്ടാക്കി ഇവറ്റകൾക്ക് കൊടുത്തിട്ട് നീ എച്ചിൽ എനിക്ക് വെച്ചിരിക്കുകയായിരുന്നില്ലേടി? ചേട്ടാ, സത്യദോഷം പറയല്ലേ! അവൾ കെഞ്ചി. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നിഞ്ഞിരി കഞ്ഞിയെ കുടിച്ചിട്ടുള്ളൂ. ഞാനവർക്ക് എവിടുന്ന് വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനാ? അതിന് എന്റെ കയ്യിൽ പണം എവിടുന്ന? മറുപടി വീണ്ടും ഒറ്റയടിയായിരുന്നു. സരസ്വതിയും വീണു. ദീപുമോൻ അപ്പോഴും ചലനമില്ലാതെ തറയിൽ കിടക്കുകയാണ്. ബിന്ദുമോൾ ഭയന്ന് ഭിത്തിക്കരികിൽ ചേർന്നു നിന്നു. കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ചുണ്ടുകൾ വിതുമ്പി. ഭാഗം 2. ശേഖരൻ കലിതുള്ളി അപ്പുറത്തേക്ക് പോയപ്പോൾ സരസ്വതി ഒരു വിധത്തിൽ എണീറ്റു. ദീപുമോൻ ചലനമില്ലാതെ കിടക്കുകയായിരുന്നു. മോനെ, പൊന്നു മോനെ! സരസ്വതി അവനെ കുലുക്കി വിളിച്ചു. അനക്കമില്ല. അവൾ അവന്റെ മുഖം പിടിച്ച് തിരിച്ചു നോക്കി. സരസ്വതി അമ്പരന്നു പോയി. ആ കുരുന്നു മൂക്കിലൂടെ ചോര ഒഴുകുന്നു. മാതൃഹൃദയം തേങ്ങി. എന്നാലും ഒരച്ഛൻ ഇങ്ങനെ ചെയ്യുമോ കുഞ്ഞിനോട്? എന്നിട്ടും എന്തോ സരസ്വതിക്ക് ഭർത്താവിനോട് ദേഷ്യം തോന്നുന്നില്ല. അവൾക്ക് അയാളെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല. അവൾ വേഗം കുറച്ച് വെള്ളമെടുത്ത് കുട്ടിയുടെ മുഖത്തൊഴിച്ചു. അവന്റെ കണ്ണുകൾ ചിമ്മി. മോനെ, പൊന്നു മോനെ! അവൻ ചകിതഭാവത്തിൽ ചുറ്റും നോക്കി. ആ കണ്ണുകൾ അമ്മയുടെ മുഖത്ത് തറഞ്ഞു. മോനെ! അവൻ ഒന്നുറക്കെ കരയണമെന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. ഇനിയും അച്ഛൻ തല്ലിയാലോ? കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അമ്മയെ കെട്ടിപ്പിടിച്ച് അവൻ തേങ്ങി. ഭിത്തിക്കരികിലിരുന്ന ബിന്ദുമോൾ അമ്മയുടെയും അണ്ണന്റെയും അരികിൽ വന്ന് ഒന്നും മിണ്ടാതെ ചേർന്നിരുന്നു. സരസ്വതി ഇരുവരെയും തന്നിലേക്കടുപ്പിച്ചിട്ട് കണ്ണീർ വാർത്തു. മക്കൾക്ക് വയറ് നിറയെ കഞ്ഞി കൊടുത്തിട്ടല്ല താൻ ചോറ് ബാക്കി വച്ചിരുന്നത്. ചോറ് കുറഞ്ഞു പോയാൽ അതിനാവും ശേഖരേട്ടന്റെ ശകാരം. അതുകൊണ്ട് ആവശ്യമുള്ള ചോറ് മാറ്റിവെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. താൻ കഴിച്ചതുമില്ല. അദ്ദേഹം കഴിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ ആകാമെന്ന് വെച്ചു. ആ ചോറാണ് മുറിയിൽ നിരന്നു കിടക്കുന്നത്. അപ്പുറത്തെ മുറിയിൽ ശേഖരന്റെ കൂർക്കം വലി ഉയർന്നു. എന്തിനാ അമ്മേ അച്ഛൻ നമ്മളെ തല്ലുന്നേ? ദീപു അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് ചോദിച്ചു. അച്ഛൻ ചീത്തയാ, ബിന്ദുവും പറഞ്ഞു. അങ്ങനെ പറയാതെ മോളെ. സരസ്വതി മകളുടെ വായ് പൊത്തി. പുറത്ത് ഒരു കാറിന്റെ നിർത്താതെയുള്ള ഹോണടി. സരസ്വതി എത്തി നോക്കി. ലോറിക്ക് മുന്നിലാണ് കാർ. അതിന് കടന്നു പോകാനുള്ള സ്ഥലമില്ലാതെയാണ് അയാൾ ലോറി നിർത്തിയിരിക്കുന്നത്. വീണ്ടും വീണ്ടും ഹോൺ മുഴങ്ങി. സരസ്വതി ശേഖരന്റെ കട്ടിലിനരികിലെത്തി. ചേട്ടാ, ചേട്ടാ! അയാൾ ഉറക്കം തന്നെ. അവൾ വീണ്ടും വിളിച്ചു. എന്താടി നായിന്റെ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ചാടി എണീറ്റു. അപ്പോൾ വീണ്ടും ഹോണടി കേട്ടു. ഏതവനാടാ അത്? ചോദിച്ചുകൊണ്ട് അയാൾ മുറ്റത്തേക്കിറങ്ങി. ഈ ലോറിയുടെ ഡ്രൈവർ ആരാ? കാറിലിരുന്ന് ആരോ ചോദിക്കുന്നു. ഞാനാടാ എന്നലറിക്കൊണ്ടയാൾ കാറിനരികിലെത്തി.
ഇതെന്നാ മര്യാദയാ ചേട്ടാ കാണിച്ചിരിക്കുന്നത്? റോഡിന് ഇത്രയും വീതി ഉണ്ടായിട്ട് ഒന്ന് സൈഡ് ഒതുക്കി ഇട്ടുകൂടായിരുന്നോ? അത് പറയാൻ നീ ആരാടാ? എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ വണ്ടിയിടും. അങ്ങനെ ഇടാൻ ഇത് ചേട്ടന്റെ പുരയിടമൊന്നുമില്ല, പബ്ലിക് റോഡാണ്. കാറിനുള്ളിൽ നിന്ന് മറ്റൊരു സ്വരം, മര്യാദയ്ക്ക് വണ്ടി മാറ്റിയിട്. എന്നാൽ അതുതന്നെ ഒന്ന് കാണണമല്ലോ. വണ്ടി മാറ്റിയിടാൻ എനിക്ക് മനസ്സില്ലടാ. ശേഖരൻ മുണ്ടുയർത്തി കുത്തി എന്തിനും തയ്യാറാണെന്ന ഭാവത്തിൽ നിന്നു. കാറിന്റെ ഡോർ തുറക്കപ്പെട്ടു. 4-5 ചെറുപ്പക്കാർ പുറത്തിറങ്ങി. വണ്ടി മാറ്റിയിടടാ. മനസ്സില്ലടാ. രംഗം പന്തികേടാണെന്ന് സരസ്വതിക്ക് തോന്നി. മക്കൾ ഇരുവരും അവളുടെ വസ്ത്രത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുകയാണ്. വഴിയിൽ കലഹം കനത്തു. ശേഖരൻ സഭ്യതയുടെ സീമ വിട്ട് സംസാരിച്ചു തുടങ്ങി. നാവ് പുഴുത്തുപോകുന്ന തെറിയാണ് അയാളുടെ നാവിൽ നിന്നുതിർന്നത്. പെട്ടെന്ന് ചെറുപ്പക്കാർ മുന്നോട്ട് കുതിച്ചു ചാടി. അടിയേറ്റ് ശേഖരൻ വേച്ചുപോയി. അദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ. കുട്ടികളെ തള്ളിമാറ്റി സരസ്വതി ഓടിയെത്തി. മാറിപ്പോടി നീ, ശേഖരൻ അലറി. ഒപ്പം അയാളൊരു കല്ലെടുത്ത് മാരുതി കാറിനു നേരെ ആഞ്ഞെറിഞ്ഞു. ഡിം. കാറിന്റെ ഗ്ലാസ് ചിതറി വീണു. ചെറുപ്പക്കാർക്ക് രോഷമേറി. അവർ ശേഖരനെ ശരിക്കും പെരുമാറി. ഇടയിൽ കയറി തടസ്സം നിൽക്കാനെത്തിയ സരസ്വതിക്കും കിട്ടി അടി. നീ വലിയ റൗഡിയല്ലേടാ, കാട്ടിത്തരാം ഞങ്ങൾ. കാർ അവിടെ തന്നെ ഉപേക്ഷിച്ച് ചെറുപ്പക്കാർ പോയി. സരസ്വതി ശേഖരനെ താങ്ങി എണീപ്പിച്ചു. അയാളുടെ മദ്യലഹരിയൊക്കെ എവിടെയോ പോയി മറഞ്ഞിരുന്നു. വേച്ചു വീട്ടിലേക്ക് നടക്കുന്ന ശേഖരനെ നോക്കി ദീപു പിറുപിറുത്തു. അങ്ങനെ തന്നെ വേണം. ബിന്ദുമോൾ അവനെ തടഞ്ഞു. അച്ഛൻ കേൾക്കണ്ട. പുരയ്ക്കുള്ളിലെത്തി ശേഖരൻ പരിക്ഷീണനായി കിടക്കയിലേക്ക് വീണു. എന്തിനാ വഴക്കിന് പോയത്? കിടക്കയിലിരുന്നിട്ട് സ്നേഹപൂർവ്വം അയാളുടെ തലമുടിയിൽ വിരലോടിക്കുന്നതിനിടയിൽ സരസ്വതി തിരക്കി. എണീറ്റ് പോടി നായിന്റെ മോളെ. ശേഖരൻ സരസ്വതിയെ പിടിച്ചു തള്ളി. അവൾ കട്ടിലിൽ നിന്നും താഴേക്കൂർന്നു. നേരം പുലർന്നു. ഒരു വാഹനം റോഡിൽ ബ്രേക്ക് ഇടുന്ന ശബ്ദം കേട്ടാണ് സരസ്വതി ഉണർന്നത്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവളുടെ ശരീരത്തിലേക്ക് ഒട്ടിക്കിടക്കുകയായിരുന്നു. ദീപുമോൻ ഒരു കാലുയർത്തി അമ്മയുടെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട്. അത് പതിവാണ്. അങ്ങനെ കിടന്നേ അവൻ ഉറങ്ങൂ. ബിന്ദുവാണെങ്കിൽ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ അമ്മയുടെ ശരീരത്തിലേക്ക് ഒട്ടിക്കിടന്നേ ഉറങ്ങൂ. 2 കുഞ്ഞുങ്ങളും ഉണരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചാണ് സരസ്വതി എണീറ്റത്. വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി അവൾ ഞെട്ടിപ്പോയി. തൊട്ടു മുന്നിൽ പോലീസ്. എന്തിയേടി ശേഖരൻ? SI സ്വരം കടുപ്പിച്ച് തിരക്കി. സരസ്വതിക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. കാരണം ശേഖരൻ ഇനിയും ഉണർന്നിട്ടില്ല എന്നത് തന്നെ. അവൻ അകത്തുണ്ടോ എന്ന് കയറി നോക്ക്, SI പോലീസുകാരോട് പറഞ്ഞു. അവർ അകത്തേക്ക് കയറി. കൈകളിൽ ആരോ കടന്നു പിടിച്ചപ്പോഴാണ് ശേഖരൻ കണ്ണു തുറന്നത്. പോലീസിനെ കണ്ടപ്പോൾ അയാൾ വിളറിപ്പോയി. എണീക്കടാ. പോലീസുകാർ അയാളെ വലിച്ചുയർത്തി. സാറേ, ഞാൻ മിണ്ടരുത്. റോഡിന്റെ നടുവിൽ വണ്ടിയിട്ടിട്ട് നീ മാന്യന്മാരെ ആക്ഷേപിക്കുമല്ലേടാ. ശേഖരന്റെ തൊണ്ടയിൽ വാക്കുകൾ മരിച്ചു കിടന്നു. ആരാടാ കാറിന്റെ ഗ്ലാസ് എറിഞ്ഞുടച്ചത്? സാറേ, ഞാൻ. അയാൾക്ക് പൂർത്തിയാക്കാൻ കഴിയും മുൻപ് പോലീസ് കൈക്കരുത്ത് കാട്ടിക്കഴിഞ്ഞിരുന്നു. സാറേ, അദ്ദേഹത്തെ തല്ലരുതേ. സരസ്വതി ഓടി വന്നു. മാറി നിൽക്കടി പുലയാടി മോളെ. ഹെഡ് കോൺസ്റ്റബിൾ കണ്ണുരുട്ടി. അവർ ശേഖരനെ പുറത്തേക്ക് വലിച്ചിഴച്ചു. ബഹളമൊക്കെ കേട്ടുണർന്ന കുഞ്ഞുങ്ങൾ പോലീസിനെ കണ്ട് ചകിതരായി. പോലീസുകാർ ശേഖരനെ ഉയർത്തി ജീപ്പിലേക്ക് എറിഞ്ഞു. അത് പാഞ്ഞുപോയി. കാറും അവർ കൊണ്ടുപോയി. എന്തു വേണമെന്നറിയാതെ സരസ്വതി പകച്ചു നിന്നു. അഡ്വക്കേറ്റ് ശ്രീനിവാസന്റെ ഗേറ്റിൽ സരസ്വതി ഒരു നിമിഷം സംശയിച്ചു നിന്നു. തൊട്ട അയൽവക്കമാണെങ്കിലും അങ്ങോട്ട് കയറി ചെല്ലാൻ ഒരു മടി. കാരണം മറ്റൊന്നുമല്ല, ശേഖരൻ അദ്ദേഹത്തെ മനുഷ്യന് കേൾക്കാൻ കൊള്ളാത്ത ഭാഷയിൽ തെറി വിളിച്ചിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടില്ല. എന്തിനാ ശേഖര രാത്രിയിൽ ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നത്? അടുത്ത വീട്ടുകാരായ ഞങ്ങൾക്കും ഒന്ന് സ്വൈര്യമായി കഴിയണ്ടേ എന്ന് സ്നേഹത്തോടെയാണ് ശ്രീനിവാസൻ ചോദിച്ചത്. മുഖമടച്ചൊരാട്ടായിരുന്നു അതിന്റെ മറുപടി. തുടർന്ന് എന്തൊക്കെ തെറിയാ വിളിച്ചത്? അദ്ദേഹം മാന്യനായതുകൊണ്ട് ഒറ്റ അക്ഷരം പറയാതെ തിരിച്ചുപോയി. ആ മനുഷ്യന്റെ മുന്നിലേക്ക് ഭർത്താവിന് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി ചെല്ലേണ്ടി വരിക. സരസ്വതി വിളറിയിരിക്കുന്നു. എന്നാലും അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയില്ലെങ്കിൽ പോലീസ് ശേഖരേട്ടനെ കൊല്ലും. അതോർത്തപ്പോൾ അവൾക്ക് സഹിച്ചില്ല. ശ്രീനിവാസൻ സാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കേൾക്കുക തന്നെ. എന്നാലും തനിക്ക് ശേഖരേട്ടന്റെ രക്ഷയാണ് വലുത്. സരസ്വതി ഗേറ്റ് തുറന്ന് പതിയെ മുറ്റത്തെത്തി. ആറ്റുചരൽ വിരിച്ച മുറ്റത്ത് ഒരു നിമിഷം കൂടി പരിഞ്ഞു നിന്നതിന് ശേഷമാണ് അവൾ സിറ്റൌട്ടിനരികിലെത്തിയതും കോളിംഗ് ബെൽ അമർത്തിയതും. ഏതാനും നിമിഷങ്ങളെ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ. വാതിൽ തുറക്കപ്പെട്ടു. ശ്രീനിവാസന്റെ ഭാര്യ. പ്രകടമായ പുച്ഛത്തോടെ അവൾ സരസ്വതിയെ നോക്കി. വക്കീൽ സാറ് എന്തിനാ? ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ നിറക്കാനാണെങ്കിൽ അതിന് വേറെ ആളിനെ നോക്കിക്കോ. അതിയാനെ അതിന് കിട്ടില്ല. പിന്നെ 2 ദിവസം കൂടുതൽ അയാൾ പോലീസ് സ്റ്റേഷനിൽ കിടന്നാൽ നാട്ടുകാർക്ക് അത്രയും ആശ്വാസമാണെന്ന് കൂടി കരുതിക്കോ. ചേച്ചി, ഞാൻ. വേണ്ട, ഒന്നും പറയണ്ട. കഴിഞ്ഞ ആഴ്ച നിന്റെ ഭർത്താവ് അദ്ദേഹത്തെ പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ? ആരാ അവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീനിവാസൻ വിസിറ്റിംഗ് റൂമിൽ എത്തിയപ്പോഴേക്കും ഭാര്യ വാതിലടച്ചു കഴിഞ്ഞിരുന്നു.
അതിനിടെ പറയുന്നത് സരസ്വതി കേട്ടു. ഇപ്പോഴത്തെ ഭിക്ഷക്കാരുടെ ഒരു ശല്യമേ, നേരം വെളുക്കും മുൻപ് ഇറങ്ങിയിരിക്കുന്നു. സരസ്വതി തളർന്നുപോയി. ഭാഗം 3. വീട്ടിൽ തിരിച്ചെത്തിയ സരസ്വതി തളർച്ചയോടെ കട്ടിലിലേക്ക് ചാഞ്ഞു. വിശക്കുന്നമ്മേ, ബിന്ദുമോൾ ചിണുങ്ങി. സരസ്വതി മകളെ ദയനീയമായി ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ദീപു റോഡിൽ എവിടെ നിന്നോ പെറുക്കിക്കൊണ്ടുവന്ന തേഞ്ഞ ചെരുപ്പിൽ വണ്ടിച്ചക്രങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ശേഖരനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ ഇറക്കുമെന്നറിയാതെ സരസ്വതി ഉഴറി. കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ പോലുമില്ല. താൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല താനും. ശരീരത്തിൽ പൊന്നിന്റെ തരിയെന്ന് പറയാൻ ചരടിൽ കോർത്ത മംഗല്യസൂത്രം മാത്രമുണ്ട്. ബാക്കിയെല്ലാം ശേഖരൻ പണയപ്പെടുത്തിയിരുന്നു. സരസ്വതിയുടെ ഹൃദയം നീറുകയാണ്. ശേഖരേട്ടൻ ഇപ്പോൾ പൊടുന്നനെ അവളുടെ മനസ്സിലേക്ക് ഒരു വെളിച്ചം കടന്നു വന്നു. താൻ ഇത്രയും നേരം എന്തുകൊണ്ടിത് ഓർമ്മിച്ചില്ലെന്നവൾ ഓർത്തു. ലോറിയുടെ ഉടമ മത്തായിച്ചൻ. അദ്ദേഹത്തെ വിവരമറിയിച്ചാൽ കാര്യം നടന്നേക്കും. അദ്ദേഹത്തിന്റെ ഡ്രൈവറാണല്ലോ ചേട്ടൻ. നവോന്മേഷം കൈവന്ന സരസ്വതി വേഗമെണീറ്റു. വിശക്കുന്നമ്മേ, ബിന്ദുമോൾ കരയാറായിരുന്നു. കുഞ്ഞിനോട് എന്തു പറയണമെന്ന് സരസ്വതിക്ക് മനസ്സിലായില്ല. മറ്റെന്തു പറഞ്ഞാലും അവൾക്ക് വിശപ്പ് തന്നെയാണ് വലുത്. അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് അവളോട് പറഞ്ഞിട്ട് എന്തു പ്രയോജനം? മോളെ, അമ്മ തിരിച്ചു വരുമ്പോ മോൾക്ക് തിന്നാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം. അങ്ങനെ പറയുമ്പോഴും എങ്ങനെ വാങ്ങിക്കൊണ്ടുവരുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. വേണ്ട, എനിക്കിപ്പ വേണം. മോൾ വിടാനുള്ള ഭാവമില്ല. അവൾ അടുക്കളയിലേക്ക് നടന്നു. എല്ലാ ടിന്നുകളും കാലിയാണ്. വെറുതെ ഓരോന്നായി എടുത്ത് കുലുക്കി നോക്കി. യാദൃശ്ചികമായി സരസ്വതിയുടെ കണ്ണുകൾ പുറത്തേക്ക് പാളി വീണു. അവിടെ റോഡ് സൈഡിൽ വേലിയായി കപ്പത്തണ്ടുകൾ നാട്ടിയിരുന്നത് വളർന്നു നിൽക്കുന്നു. അതിനു ചുവട്ടിൽ കിഴങ്ങുകൾ ഉണ്ടാവുമോ? സരസ്വതി മുറ്റത്തേക്കിറങ്ങി. ഒരുപക്ഷെ പുരയുടെ പിന്നിലുള്ള ഇത്തിരി സ്ഥലത്ത് ഇപ്പോൾ കപ്പ വിളഞ്ഞു നിൽക്കേണ്ടതായിരുന്നു. താൻ തന്നെ നട്ടുവളർത്തിയ കപ്പ. 2-3 മാസങ്ങൾക്ക് മുൻപ് ഈ സ്ഥലം വിൽക്കാൻ ആളിനെയും കൊണ്ടുവന്ന ശേഖരേട്ടൻ താൻ അതിനോട് യോജിക്കാതിരുന്നതിന്റെ കോപത്താൽ തന്നെ തല്ലിയതിനു ശേഷം ആ കപ്പകൾ മുഴുവൻ പിഴുതുകളഞ്ഞു. എന്നിട്ടൊരു താക്കീതും തന്നു. ഇനി മേലിൽ നീ ഈ മണ്ണിൽ ഒരു കറിവേപ്പിൻ തൈയെങ്കിലും നട്ടുപോയാൽ. സരസ്വതി വേലിക്കരികിലെത്തിയിരുന്നു. ഒരു ചെറിയ കമ്പൊടിച്ച് കപ്പയുടെ ചുവട് മാന്തുവാൻ തുടങ്ങി. അമ്മയെ സഹായിക്കുവാൻ ദീപുവും വന്നു. സരസ്വതിയുടെ മുഖം തെളിഞ്ഞു. 2-3 കിഴങ്ങുകൾ. അവൾ അത് അടർത്തിയെടുത്തു. വേഗത്തിൽ തന്നെ അവയുടെ തൊലി കളഞ്ഞിട്ട് മുറിച്ച് പാത്രത്തിലേക്കാക്കി അടുപ്പത്ത് വെച്ചു. മോളെ, തീയൊന്നു നീക്കി വച്ചേക്കണേ. ബിന്ദുവിനെ ജോലി ഏൽപ്പിച്ചിട്ട് അവൾ വസ്ത്രം മാറാൻ തുടങ്ങി. മത്തായിച്ചന്റെ വീട് 5-8 കിലോമീറ്റർ അകലെയാണ്. എങ്ങനെ എവിടെ എത്തുമെന്നൊന്നും അവൾ ചിന്തിച്ചില്ല. കപ്പ വെന്തു. അവ പാത്രത്തിലാക്കി കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ട് സരസ്വതി പറഞ്ഞു, തണുത്തു കഴിഞ്ഞേ എടുത്ത് തിന്നാവൂ. അതല്ലെങ്കിൽ വായു പൊള്ളും. അമ്മ അച്ഛന്റെ കാര്യം ഒന്ന് തിരക്കിയിട്ട് വരാം. എന്തിനാ തിരക്കുന്നേ? ദീപുമോൻ ചോദിച്ചു. പോലീസുകാരിപ്പോ ഇടിച്ചു കൊന്നു കാണും. മോനെ, സരസ്വതി ശബ്ദമുയർത്തി. ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. പിന്നെ ദീപു മിണ്ടിയില്ല. സരസ്വതി പുറത്തേക്ക് ഇറങ്ങിയതേയുള്ളൂ. റോഡിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും മത്തായിച്ചൻ മുതലാളി ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവമേ, തേടിയ വള്ളി കാലിൽ ചുറ്റിയിരിക്കുന്നു. മത്തായിച്ചനെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് ദൈവമാണ്. അവൾ അയാളുടെ അരികിലേക്ക് ഓടിച്ചെന്നു. മത്തായിച്ചന്റെ കൂടെ മറ്റു 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവനെ പോലീസ് കൊണ്ടുപോയല്ലേ? മത്തായിച്ചൻ തിരക്കി. സരസ്വതി തല കുലുക്കി. ഞാൻ വിവരം പറയാൻ അങ്ങോട്ട് വരാനിറങ്ങിയപ്പോഴാണ് മുതലാളി ഇവിടെ വന്ന് പറഞ്ഞിട്ടെന്താ? അദ്ദേഹത്തെ പോലീസിൽ നിന്ന്. മത്തായിച്ചന്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. ഞാനോ അവനെ ഇറക്കാനോ? അത് ഈ ജന്മത്തില്ല. നിനക്കറിയാമോ അവൻ എന്നോട് കാണിച്ചിട്ടുള്ള തന്തയ്ക്ക് പിറക്കാഴിക? കഴിഞ്ഞ 15 ദിവസമായി വണ്ടി നിലം തൊടാതെ ഓടുകയായിരുന്നു. ഒറ്റ പൈസ അവൻ എനിക്ക് തന്നിട്ടില്ല. ചോദിക്കുമ്പോൾ നാളെ തരാം, മറ്റന്നാൾ തരാം എന്നുള്ള പല്ലവികൾ കേട്ട് ഞാൻ മടുത്തു. ഇനി ഏതായാലും ആ പരിപാടി നടക്കത്തില്ല. 1ഉം 2ഉമല്ല, രൂപ 15,000 അവന്റെ കയ്യിൽ കാണും. സരസ്വതി വിശ്വാസം വരാതെ മിഴിച്ചു നിന്നു. 15,000 രൂപ, 15 രൂപ പോലും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അവൾ ധർമ്മസങ്കടത്തിലായി. എന്നാലും അദ്ദേഹത്തെ പോലീസിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ മുതലാളി. അവൾ പൂർത്തിയാക്കാൻ മത്തായി സമ്മതിച്ചില്ല. വേണ്ട വേണ്ട, അക്കാര്യം മാത്രം നീ പറയണ്ട. ഇത്രയും നാള് ഞാനായിട്ട് സഹിച്ചതാ. മറ്റാരായിരുന്നെങ്കിലും അവനെ എന്നെ പറഞ്ഞു വിട്ടേനെ. ഇനി ഏതായാലും ആ കോള് വേണ്ട. മത്തായിച്ചൻ തിരിഞ്ഞ് കൂടെ വന്നവരിൽ ഒരാളെ നോക്കി. വണ്ടി എടുക്കടാ. സരസ്വതി അമ്പരന്ന് പോയി. അവൾ മത്തായിച്ചനോട് കെഞ്ചി. വണ്ടി കൊണ്ടുപോകല്ലേ മുതലാളി, അദ്ദേഹം പൈസ തരും. അദ്ദേഹത്തോടൊരു വാക്കെങ്കിലും പറയാതെ എന്റെ വണ്ടി എടുക്കുന്നതിന് അവനോട് അനുവാദം ചോദിക്കേണ്ട കാര്യം എന്താടി എനിക്ക്? അപ്പോഴേക്കും ഒരുവൻ കയറി ലോറി സ്റ്റാർട്ടാക്കി കഴിഞ്ഞിരുന്നു. സരസ്വതിക്ക് ഒന്ന് കരയണമെന്ന് തോന്നി. ഇന്നലെ വരെ ശേഖരേട്ടൻ ഓടിച്ചിരുന്ന ലോറി. ആ ജോലിയും നഷ്ടമായിരിക്കുന്നു. അവളുടെ പ്രയാസം മത്തായിച്ചൻ മനസ്സിലാക്കി.
എന്തു ചെയ്യാനാ കൊച്ചെ, നിന്നെ എനിക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവൻ തലതിരിഞ്ഞവനാ, ഇനി ഒരു കാലത്തും അവൻ നന്നാവുകേല. മുതലാളി, അയാൾ പറഞ്ഞത് അവൾക്കൊട്ടും ഇഷ്ടമായില്ല. നിന്നെ പ്രയാസപ്പെടുത്താൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാ സത്യം. ലോറി നീങ്ങിക്കഴിഞ്ഞിരുന്നു. മത്തായിച്ചൻ കാറിനടുത്തേക്ക് നീങ്ങി. റോഡിൽ തറഞ്ഞതുമാതിരി നിൽക്കുകയാണ് സരസ്വതി. എന്തോ ഓർത്തിട്ടെന്നവണ്ണം മത്തായിച്ചൻ പെട്ടെന്ന് തിരിഞ്ഞു. പിന്നെ കീശയിൽ നിന്നും 100-ന്റെ ഒരു നോട്ടെടുത്ത് അവളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. അവന് കുടിക്കാനല്ല ഇത്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനാ. ആ പണം സരസ്വതിയുടെ കൈപ്പത്തി ചുട്ടുപൊള്ളിച്ചു. അത് തിരിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ മടിച്ചു. തന്റെ കുഞ്ഞുങ്ങളെ കുറച്ചു ദിവസം പട്ടിണിയിൽ നിന്നും കരകയറ്റുവാൻ ഇത് മതിയാകും. എന്നാൽ പോട്ടെ കൊച്ചെ. മത്തായിച്ചൻ കാറിൽ കയറി. അതകന്നുപോയി. പുതിയ ഒരത്താണിക്കു വേണ്ടി അവൾ പരതി. ഇനി ആരെ കണ്ടാൽ അദ്ദേഹത്തെ പുറത്തിറക്കാൻ കഴിയും? അപ്പുറത്തെ വീടിന്റെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു. ശ്രീനിവാസൻ സാറിന്റെ വേലക്കാരനാണ്. അപ്പോൾ മാരുതികൾ പുറത്തേക്ക് വന്നു. പ്രത്യാശയോടെ അവളത് നോക്കി നിന്നു. കാറിനുള്ളിൽ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ തന്നെയാണെന്ന് അവൾ കണ്ടു. തടിച്ച കണ്ണടയ്ക്കിടയിലൂടെ അദ്ദേഹം അവളെ ഒന്ന് നോക്കി. അവൾ കൈകൾ കൂപ്പി. കാർ അടുത്തെത്തിയതും അവൾ റോഡിലേക്ക് ഇറങ്ങി നിന്ന് കൈ കാണിച്ചു. ശ്രീനിവാസൻ കാർ നിർത്തി. സാർ, എന്റെ ഭർത്താവിനെ പോലീസുകാർ, അവരയാളെ ഒന്നും ചെയ്യത്തില്ല. വലിയ ആളല്ലേ, വല്ല സ്ഥലമാറ്റക്കാര്യവും ശരിയാക്കിക്കാനായിരിക്കും അയാളെ കൊണ്ടുപോയിരിക്കുന്നത്. പരിഹാസം സരസ്വതിക്ക് മനസ്സിലായി. അവൾ തല കുനിച്ചു നിന്നു. പിന്നെ മന്ത്രിക്കും പോലെ പറഞ്ഞു, ചോദിക്കാൻ പ്രയാസമുണ്ട് സാർ, എങ്കിലും ചോദിക്കുകയാണ്. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിത്തരുമോ? ശ്രീനിവാസൻ അവളെ തുറിച്ചു നോക്കി. ഞാൻ തന്നെ ആ പാപം ചെയ്യണോ കുട്ടി? സരസ്വതിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. സാർ, എത്ര ക്രൂരനാണെങ്കിലും അദ്ദേഹം എന്റെ ഭർത്താവാണ്. ശ്രീനിവാസൻ പതിയെ ചിരിച്ചു. അതെന്തിനെന്ന് അവൾക്ക് മനസ്സിലായില്ല. തന്നെ പരിഹസിച്ചതോ അതോ വക്കീലന്മാരുടെ ജോലിയുടെ കൂട്ടത്തിലുള്ളതാ ജാമ്യത്തിൽ ഇറക്കലും മറ്റും. പക്ഷേ പ്രതിഫലം നേരത്തെ തീരുമാനിക്കണം. നീ ഏതായാലും ഓഫീസിലേക്ക് വാ. അവൾക്ക് പകുതി ആശ്വാസമായി. ശ്രീനിവാസൻ കാർ വിട്ടുപോയി. പിന്നാലെ അവളും വേഗത്തിൽ നടന്നു. അഡ്വക്കേറ്റ് ശ്രീനിവാസന്റെ ഓഫീസ്. അവൾ ചെല്ലുമ്പോൾ ഏതാനും പേർ അവിടെ ബെഞ്ചിലിരിപ്പുണ്ട്. ഒരു പ്രായമുള്ള മനുഷ്യൻ മുറിയിൽ നിന്നിറങ്ങി വന്നു. എന്താ? ശ്രീനിവാസൻ സാറിനെ കാണണം, കയറി ചെല്ല്. അയാൾ ഹാഫ് ഡോറിന് നേരെ കൈ ചൂണ്ടി. സർവ്വ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് സരസ്വതി പതറുന്ന കാലുകളോടെ വക്കീലിന്റെ മുറിയിലേക്ക് കയറി. അധ്യായം 4. ഒരു തടിച്ച പുസ്തകത്തിൽ കണ്ണുകൾ ഊന്നിയിരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ശ്രീനിവാസൻ. വാതിക്കൽ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം തലയുയർത്തി. സരസ്വതി ഇത്ര വേഗത്തിലിങ്ങ് വന്നോ? അവൾ ചിരിക്കാൻ ശ്രമിച്ചു. വക്കീൽ നേരെയിരുന്നു. സരസ്വതി ഇരിക്ക്. പക്ഷെ അവൾ ഇരുന്നില്ല. കസേരയുടെ പിന്നിൽ പിടിച്ചുകൊണ്ട് നിന്നു. കണ്ണുകൾ തറയിലായിരുന്നു. റോഡിൽ വെച്ച് നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങാം. ഞാൻ തന്നെ അവനെ ഇറക്കണോ? എനിക്ക് ആരുമില്ല സർ. അവൾ പറഞ്ഞത് അങ്ങനെയാണ്. ശരി, ഈ കേസ് ഞാൻ ഏറ്റെടുക്കാം. അവനെ വിചാരിച്ചല്ല, സരസ്വതിയെയും കുഞ്ഞുങ്ങളെയും ഓർത്ത്. സരസ്വതിയുടെ കണ്ണുകളിൽ ഒരു പ്രകാശമുണ്ടായി. വക്കീൽ തുടർന്നു. പക്ഷെ എന്റെ ഫീസ്, ജോലി ചെയ്യുന്നതിന് തീർത്തും പ്രതിഫലം കിട്ടണമെന്ന് വാശിയുള്ളവനാണ് ഞാൻ. സരസ്വതിയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? അവൾ മിഴിച്ചു നിന്നു. പിന്നെ മത്തായിച്ചൻ കൊടുത്ത രൂപ മുന്നോട്ട് നീട്ടി. അതവൾ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. വക്കീലിന്റെ നെറ്റി ചുളിഞ്ഞു. 100 രൂപയോ? എനിക്ക് മൂക്കിൽ പൊടി വാങ്ങിക്കാനാണോ? എന്റെ കൈവശം ഇത്രയേ ഉള്ളൂ സാർ. എങ്കിൽ പോയാട്ടെ, മറ്റു വല വക്കീലന്മാരെ നോക്ക് സാർ. അവൾ തേങ്ങി. ഇത് വലിയ ശല്യമായല്ലോ. താനൊന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ? ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം സാർ. എന്നെ ഉപേക്ഷിക്കരുത്. എന്റെ ഭർത്താവിനെ പുറത്തു വിടിയിക്കണം. എന്റെ കാല് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതത്ര ചെറിയ കേസൊന്നുമല്ല. ഒരു കാറിന്റെ ഗ്ലാസ് തകർത്തതാണ്. എത്ര രൂപ വിലയുണ്ട് ആ ഗ്ലാസിനെന്ന് സരസ്വതിക്ക് അറിയാമോ? അറിയില്ല സാർ. അറിയണം. എങ്കിലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ. ഓ, താൻ പോയാട്ടെ സാർ. പറഞ്ഞതനുസരിക്കുക. സരസ്വതി പിന്തിരിഞ്ഞു. ഇവിടെ എത്തുന്നത് വരെ ഉണ്ടായിരുന്ന സകല വിശ്വാസങ്ങളും തകർന്നിരിക്കുന്നു. അവൾ വാതിൽക്കലെത്തിയപ്പോൾ ശ്രീനിവാസൻ വിളിച്ചു. സരസ്വതി. അവൾ തിരിഞ്ഞു നോക്കി. തന്റെ വിഷമം എനിക്കറിയാം. ഏതായാലും ഞാനൊന്ന് ശ്രമിക്കാം. പക്ഷെ ഒരു കാര്യം, സ്റ്റേഷനിൽ നിറക്കിക്കഴിഞ്ഞാൽ എന്റെ നേരെ വഴക്കിന് അവൻ വരില്ലെന്ന് സരസ്വതി ഉറപ്പു തരണം. തരാം സാർ. അങ്ങേ ഇനി അദ്ദേഹം ഒന്നും പറയില്ല. അതുമാത്രമല്ല, ഞാനാണ് അവനെ പുറത്തിറക്കിയതെന്ന് എന്റെ വീട്ടിൽ അറിയരുത്. അങ്ങനെ വന്നാൽ എന്റെ ഭാര്യയുടെ ബഹളം തീർക്കാൻ ഞാൻ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. വക്കീൽ ചിരിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ. ശരി, സരസ്വതി പുറത്തിരിക്കൂ. എനിക്ക് അത്യാവശ്യമായി ചില കക്ഷികളുടെ കേസ് പഠിക്കാനുണ്ട്. ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം. ശരി സാർ. പുറത്തെ
ബെഞ്ചിൽ അവൾ തല കുനിച്ചിരുന്നു. അവിടെ ഇരുന്ന ബാക്കിയുള്ളവർ അവളെ തുറിച്ചു നോക്കി. 1 മണിക്കൂർ കഴിഞ്ഞാണ് ശ്രീനിവാസൻ പുറത്തു വന്നത്. പോകാം സരസ്വതി. അവൾ എണീറ്റ് അദ്ദേഹത്തിന്റെ പിന്നാലെ നീങ്ങി. ശ്രീനിവാസൻ മാരുതി കാറിന്റെ പിന്നിലെ ഡോർ തുറന്നു കൊടുത്തു. കയറിക്കോളൂ. അവൾ മടിച്ചു നിന്നു. ഞാൻ ബസ്സിൽ വരാം സാർ. എന്റെ സമയത്തിന് വിലയുള്ളതാണ്. താൻ അങ്ങെത്തുന്നത് വരെ ഞാൻ കാത്തു നിൽക്കണോ? എന്നിട്ടും സരസ്വതിക്കൊരു ബുദ്ധിമുട്ട്. ആൾക്കാർ കണ്ടാൽ എന്തു കരുതും? സരസ്വതിക്ക് 32 വയസ്സ് കഴിഞ്ഞതേയുള്ളൂ. കാണാൻ ഒരുവിധം സുന്ദരിയും ആവശ്യത്തിന് ഭക്ഷണവും മനസ്സുഖവും ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരതിസുന്ദരി തന്നെയായിരുന്നേനെ. താൻ കയറുന്നോ ഇല്ലയോ? ശ്രീനിവാസന് ദേഷ്യം വന്നു. കാറിൽ വച്ചു തന്നെ ഞാൻ മാനഭംഗപ്പെടുത്തുകയും മറ്റുമില്ല. ഉറക്കെയാണ് ശ്രീനിവാസൻ അത് പറഞ്ഞത്. വക്കീൽ ഓഫീസിൽ ഉണ്ടായിരുന്നവരെല്ലാം അത് കേട്ട് ചിരിച്ചു. സരസ്വതി നാണം കെട്ടുപോയി. അവൾ പെട്ടെന്ന് കാറിൽ കയറി ഡോർ അടഞ്ഞു. അവൾ തല കുനിച്ചിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞത് സരസ്വതിക്ക് വിഷമമായി അല്ലേ? അവൾ മിണ്ടിയില്ല. പോലീസ് സ്റ്റേഷൻ. അതിനു മുന്നിൽ കാർ നിന്നു. ശ്രീനിവാസൻ ഇറങ്ങിയിട്ട് സരസ്വതിക്ക് ഡോർ തുറന്നു കൊടുത്തു. ഇരുവരും സ്റ്റേഷനിലുള്ളിലേക്ക് കയറി. പാറാവുകാരൻ അവളെ സൂക്ഷിച്ചു നോക്കി. സരസ്വതിക്ക് വല്ലാത്ത ജാള്യത തോന്നി. ആദ്യമായാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. ഇവിടെ നിൽക്ക് എന്ന് സരസ്വതിയോട് പറഞ്ഞിട്ട് ശ്രീനിവാസൻ SIയുടെ ക്യാബിനിലേക്ക് കയറി. അവളുടെ കണ്ണുകൾ പിടഞ്ഞു. അണ്ടർവെയർ മാത്രം ധരിച്ച് ലോക്കപ്പ് മുറിയിൽ കുത്തിയിരിക്കുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ ഒന്നുറക്കെ നിലവിളിക്കണമെന്ന് തോന്നി. പക്ഷെ അടക്കി. ഇത് പോലീസ് സ്റ്റേഷനാണ്. കാലുകൾക്കിടയിൽ മുഖം പൂഴ്ത്തി ഇരിക്കുകയാണ് ശേഖരൻ. പോലീസുകാര് ഒരുപാട് ഉപദ്രവിച്ചു കാണുമോ? സരസ്വതിക്ക് ആദിയായി. ഇടയ്ക്കൊന്ന് തലയുയർത്തിയ ശേഖരൻ അവളെ കണ്ടു. കണ്ണുകൾ തമ്മിൽ ഒരു നിമിഷം കൊരുത്തു. പക്ഷെ അയാൾ പെട്ടെന്ന് നോട്ടം തെറ്റിച്ചു. പോലീസുകാർ സരസ്വതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഹെഡ് കോൺസ്റ്റബിൾ അവളെ അടിമുടി നോക്കിക്കൊണ്ട് തിരക്കി. ആ ചുവന്ന വട്ടക്കണ്ണുകൾ തന്നെ വിവസ്ത്രയാക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിന്റെ... ഓ, ആ കഴിവേറിയുടെ ഭാര്യയാണല്ലേ? ഹെഡ് കോൺസ്റ്റബിൾ ചിരിച്ചു. പിന്നെന്താ വന്നത്? ഭർത്താവിന്റെ സുഖവിവരങ്ങൾ അറിയാനാണോ? അവനിവിടെ പരമസുഖമാ. രാവിലെ പൊറോട്ടയും മട്ടനും വാങ്ങിക്കൊടുത്തു. ഇനി ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി. വൈകിട്ട് ഒറ്റ കരച്ചിലായിരുന്നു സരസ്വതി. ഇത്തവണ അമ്പരന്നത് ഹെഡ് കോൺസ്റ്റബിളാണ്. സെല്ലിനുള്ളിലിരുന്ന് ശേഖരൻ പല്ല് കടിച്ചു. ഇൻസ്പെക്ടറുടെ ക്യാബിനിൽ നിന്ന് അയാളും ശ്രീനിവാസനും ഇറങ്ങി വന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേടി? ഇവൻ കുറെ കാലം സർക്കാരിന്റെ ചോറ് തിന്ന് കഴിയത്തില്ലായിരുന്നോ? SIയുടെ ചോദ്യം കേട്ടപ്പോൾ അവളുടെ നെഞ്ചിടിച്ചു. അവൾ ദയനീയമായി വക്കീലിനെ നോക്കി. പോലീസ് സ്റ്റേഷനിലായാൽ ഇങ്ങനെയൊക്കെയാണെന്ന ഭാവത്തിൽ നിൽക്കുകയാണ് ശ്രീനിവാസൻ. SI കോൺസ്റ്റബിളിനോട് പറഞ്ഞു, അവനെ ഇറക്കിക്കൊണ്ടുവാ. അവിടെ ഒരു മൂലയിൽ ഇരുന്ന ശേഖരന്റെ ലുങ്കി എടുത്ത് അകത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് കോൺസ്റ്റബിൾ സെല്ല് തുറന്നു. ഇങ്ങോട്ടിറങ്ങി വാടാ. ശേഖരൻ SIയുടെ മുന്നിലെത്തി. ഇദ്ദേഹം നേരിട്ട് വന്നതുകൊണ്ടാണ് നിന്നെ ഇപ്പോൾ വിടുന്നത്. ഇദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ തന്നെ. പിന്നെ കാറിന്റെ നഷ്ടപരിഹാരം കൊടുക്കാമെങ്കിൽ കേസ് പിൻവലിക്കാമെന്ന് വാദിഭാഗം പറഞ്ഞിട്ടുണ്ട്. നീ എന്തു പറയുന്നു? അയാൾ മിണ്ടിയില്ല. അത് പിന്നീട് തീരുമാനിക്കാം. ഇൻസ്പെക്ടർ ശ്രീനിവാസൻ ഇടപെട്ടു. ശരി. പിന്നെ ഇപ്പോൾ തന്നെ നിന്റെ പേരിൽ ഒരുപാട് പരാതികൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നുണ്ടായി നീ ഇവിടേക്ക് വരേണ്ടി വന്നാൽ പിന്നെ നിന്നെ എടുത്തുകൊണ്ട് എവിടെ നിന്നും പുറത്തേക്ക് പോവുകയുള്ളൂ. നീ ഈ തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടല്ലേടാ ഈ പാവം പിടിച്ച പെണ്ണും ഇവിടെ വരേണ്ടി വന്നത്? ശേഖരൻ ഭാര്യയെ തറച്ചൊന്നു നോക്കി. പൊയ്ക്കോ, കനത്ത ശബ്ദത്തിൽ SI അറിയിച്ചു. ശേഖരൻ പുറത്തേക്ക് നടന്നു. ശ്രീനിവാസനും സരസ്വതിയും ഒപ്പമെത്തി. കാറിൽ കയറും മുൻപ് അദ്ദേഹം പറഞ്ഞു, ശേഖര, ഇന്നീ പെൺകുട്ടി എത്രമാത്രം ബുദ്ധിമുട്ടിയെന്ന് നിനക്കറിയാമോ? ഇനിയെങ്കിലും നിനക്ക് നന്നായി ജീവിച്ചുകൂടെ? ഇവളുടെ കണ്ണീർ കണ്ടതുകൊണ്ട് മാത്രമാ നിന്നെ ഇവിടെ നിന്നിറക്കാൻ ഞാൻ വന്നത്. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ സഹായിക്കാൻ ഒരുപാട് പേര് കാണും. സ്ഥിരമായി ഞാൻ ഇതിനുള്ളിൽ തന്നെ ആയിരുന്നെങ്കിൽ നല്ല സൗകര്യമായിരുന്നേനെ അല്ലേ? ശേഖരന്റെ സംസാരം കേട്ട് ഞെട്ടിപ്പോയി സരസ്വതി. ചേട്ടാ, മിണ്ടരുത്. പോലീസ് സ്റ്റേഷന്റെ മുറ്റമാണെന്നൊന്നും ഞാൻ നോക്കില്ല. വിളറി വെളുത്തങ്ങനെ നിൽക്കുകയാണ് അഡ്വക്കേറ്റ് ശ്രീനിവാസൻ. ജീവിതത്തിൽ ആദ്യമായാണ് തനിക്കിങ്ങനെയൊരു വാചകം കേൾക്കേണ്ടി വരുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാപ്പു ചോദിക്കുന്നു സാർ. സരസ്വതി പറഞ്ഞത് അദ്ദേഹം കേട്ടില്ല. ശ്രീനിവാസൻ കാറിൽ കടന്നിരുന്നു. അത് സ്റ്റാർട്ടായി. വക്കീൽ ഓഫീസിൽ വേണ്ടി ഞാനില്ലാത്തപ്പോൾ വീട്ടിൽ വന്നോളാമെന്നായിരിക്കും കരാർ. അത് മുഴുവൻ കേൾക്കും മുൻപ് അദ്ദേഹം വണ്ടി മുന്നോട്ടെടുത്തിരുന്നു. ഭാഗം 5. രാത്രിയുടെ കരിമ്പടം കെട്ടഴിഞ്ഞു വീണു. കുഞ്ഞുങ്ങൾക്ക് നേരത്തെ ആഹാരം കൊടുത്ത് സരസ്വതി ഉറക്കി. ശേഖരേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. ഏതു രൂപത്തിലാവും മടങ്ങി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. സ്റ്റേഷനിൽ നിന്നും ഇവിടെ എത്തിക്കഴിഞ്ഞാണ് ശേഖരൻ ലോറി മുതലാളി കൊണ്ടുപോയ വിവരം അറിഞ്ഞത്.
അപ്പോഴേ കലി തുള്ളിപ്പോയതാണ്. മത്തായിച്ചനുമായി വഴക്കു കൂടുകയോ ഇനി എന്തെങ്കിലും പ്രശ്നവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയോ ചെയ്താൽ അതേക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ സരസ്വതിക്ക് പേടിയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരികെ എത്തിയ ശേഷം സന്ധ്യയാകുവോളം അവൾ പുറത്തിറങ്ങിയതേയില്ല. കാരണം അഡ്വക്കേറ്റ് ശ്രീനിവാസൻ റോഡിലൂടെ വന്നു പോയാലോ അദ്ദേഹത്തെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. എന്നാലും പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് വെച്ച് അദ്ദേഹം വക്കീലിനോട് പറഞ്ഞ വാക്കുകൾ അതോർത്തപ്പോൾ തന്നെ അവളുടെ ഹൃദയത്തിൽ വിങ്ങലുണ്ടായി. താൻ അച്ഛനെ പോലെ വിചാരിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തെ ചേർത്ത് എന്തൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം തന്റെ ഭർത്താവായി പോയല്ലോ. എരിയുന്ന അഗ്നിക്കുള്ളിൽ നിൽക്കുന്ന പ്രതീതിയായിരുന്നു സരസ്വതിക്ക്. രാത്രിയുടെ യാമങ്ങൾ കൊഴിഞ്ഞു വീഴുകയാണ്. പുറത്ത് ഇരുട്ടിന്റെ കരിമ്പടത്തിന് ശക്തിയേറി വന്നു. അതൊന്നും യഥാർത്ഥത്തിൽ സരസ്വതി അറിയുന്നുണ്ടായിരുന്നില്ല. ചിന്തകളുടെ ലോകത്ത് വഴിയറിയാതെ സഞ്ചരിക്കുന്ന ഒരു ഏകാന്ത പതികയായിരുന്നു അവൾ. നോക്കുന്നിടത്തെല്ലാം അഗാധമായ ഗർത്തങ്ങളോ സമുദ്രങ്ങളോ ഒക്കെ ഒരിടത്തേക്കും സഞ്ചരിക്കാനാവാതെ അവൾ കുഴങ്ങി. അലറിക്കുതിച്ചെത്തിയ തിരമാലകൾ അവളെ തല്ലിത്തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല. ഏതോ നിയോഗം പോലെ അവളങ്ങനെ നിൽക്കുകയാണ്. കാലുകൾ മണ്ണിൽ ആഴ്ന്നിറങ്ങി വിരലുകൾ കൊണ്ട് തറയെ ഞെരുക്കിപ്പിടിച്ച് ഉഴറി വീഴാതിരിക്കാൻ അവൾ വ്യഗ്രത പൂണ്ടു. കാണെ കാണെ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുകയാണ്. തിരമാലകൾ ശക്തിയേറുകയാണ്. അവ കരയെ തല്ലി തകർക്കുകയാണ്. ഇനി ഏത് നിമിഷവും കാലിടറി വീണേക്കാം. സരസ്വതി ഓർത്തു. ആഴിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടേക്കാം. അതിനുള്ള സൂചനയാണ് ഇന്ന് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് വെച്ച് അരങ്ങേറിയത്. മണ്ണെണ്ണ വിളക്കിന്റെ നാളം ശുഷ്കിച്ചു വരുന്നതോ കരിന്തിരി എരിയുന്നതോ അവൾ അറിഞ്ഞില്ല. ഉണർന്നിരിക്കെ തന്നെ അവൾ കണ്ട സ്വപ്നങ്ങൾക്ക് ചന്ദനത്തിരിയുടെയും കുന്തിരിക്കത്തിന്റെയും സമ്മിശ്ര ഗന്ധമുണ്ടായിരുന്നു. അവളുടെ മനോമുകുരത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു നിലവിളക്ക് തെളിഞ്ഞു. അതൊരു ശവശരീരത്തിലെ തലയ്ക്കലാണല്ലോ. വെളുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുന്ന ശവശരീരം. ആരുടേതാണിത്? ആരൊക്കെയോ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ആരൊക്കെയോ ഭിത്തിയിൽ ചാരിയിരുന്ന് കരയുന്നുണ്ട്. മുഖങ്ങളൊന്നും തെളിയുന്നില്ല. ശിരസിന് മുകളിലൂടെ വെളുത്ത തുണിയിട്ടുകൊണ്ടാണ് ഓരോരുത്തരും നിൽക്കുന്നത്. അവരുടെ ശബ്ദം മാത്രം പുറത്തു കേൾക്കാം. ചില പ്രേത സിനിമകളിലേതുപോലെ കണ്ണുകളുടെയും വായുടെയും ഭാഗത്ത് മാത്രം ദ്വാരങ്ങളുണ്ട്. സരസ്വതി പകച്ചു, വിയർത്തു. ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള കരുത്തില്ലാതെ അവൾ ശിരസ് നിഷേധഭാവത്തിൽ ചലിപ്പിച്ചു. പെട്ടെന്ന് എവിടെ നിന്നോ കേട്ട ശബ്ദം അവളെ ഉണർത്തി. ഒരു സ്വപ്നത്തിൽ നിന്ന വണ്ണം അവൾ ഞെട്ടി ഉണർന്നു. എവിടെ നിന്നാണ് ആ ശബ്ദം കേട്ടത്? അവൾ ചുറ്റും പകച്ചു നോക്കി. കട്ടിലിൽ കിടന്നുറങ്ങുന്ന തന്റെ കുഞ്ഞുങ്ങളെ കണ്ടു. വീണ്ടും അവൾ ആ ശബ്ദം കേട്ടു. ഹൃദയമിടിപ്പ് ദ്രുതഗതിയിലായി. ദൈവമേ, അത് ശേഖരേട്ടന്റെ ശബ്ദമാണല്ലോ. അവൾ എണീറ്റു. കേൾക്കുന്നത് സ്വപ്നമല്ലെന്നുറപ്പുവരുത്തി. ശേഖരേട്ടൻ ആരോടോ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ കിടക്കുന്നതിനിപ്പുറം ഒരു തലയണ ഉയർത്തി വെച്ചിട്ട് അവൾ പുറത്തേക്ക് പാഞ്ഞു. മുറിയിൽ കരിന്തിരി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിളക്കണഞ്ഞത് അവൾ അറിഞ്ഞില്ല. അവൾ വാതിൽക്കലെത്തി. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റുകളുടെ വെളിച്ചം ചിതറി വീഴുന്നുണ്ട്. അഡ്വക്കേറ്റ് ശ്രീനിവാസന്റെ വീട്ടിലെ എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു നിൽക്കുന്നു. മങ്ങിയ വെളിച്ചത്തിൽ ഒരു നിഴൽ രൂപം ചലിക്കുന്നുവോ? അവൾ കാതോർത്തു. സത്യമാണ്. ഗേറ്റിൽ പിടിച്ചു നിന്ന് ശേഖരേട്ടൻ അട്ടഹസിക്കുന്നു. ഡാ പന്ന നാറി വക്കീലെ, അയൽപ്പക്കത്തുള്ള പെണ്ണുങ്ങളെ കാറിൽ കയറ്റി ലോകം ചുറ്റിക്കുന്നതാണോടാ നിന്റെ വക്കീൽ പണി? സരസ്വതി നെഞ്ചിൽ കൈവച്ചു. എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? ഗേറ്റിൽ രണ്ടു കൈകളും അമർത്തി നിവർന്നു നിന്ന് ശേഖരൻ തുടരുകയാണ്. എടാ എരപ്പാളി, എന്നെ പോലീസുകാർ മൂക്കിൽ കയറ്റി കളയുമെന്ന് നീയും അവളും കൂടി വിചാരിച്ചു അല്ലേ? പിന്നെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലായിരുന്നു സരസ്വതിക്ക്. അവൾ ഇരുളിലൂടെ റോഡിലേക്ക് കുതിച്ചു. ശേഖരൻ തുടരുകയാണ്. നിനക്ക് വക്കീൽ ഫീസ് വേണ്ടേടാ? ഞാനില്ലാത്തപ്പോൾ നീ എത്ര തവണ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടടാ പരട്ട നായെ? സരസ്വതി ഓടി അടുത്തെത്തിക്കഴിഞ്ഞു. ശേഖരേട്ട, എന്തായി പറയുന്നത്? അദ്ദേഹം ഇന്ന് അങ്ങയെ രക്ഷിച്ചയാളാണ്. അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തുവല്ലേടി? അവൻ ആരാടി? ശേഖരൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. ഡാ വക്കീലെ, കേട്ടോടാ നീ? നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവൾക്ക് നൊന്തടാ. ശ്രീനിവാസന്റെ വീടിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അയാളും ഭാര്യയും സിറ്റ് ഔട്ടിലേക്ക് വന്നു. ശേഖര, ഇനി നീ ഇവിടെ നിന്ന് ഒരക്ഷരം പറഞ്ഞാൽ നിന്നെ ഞാൻ പോലീസിലേൽപ്പിക്കും. പറഞ്ഞേക്കാം. ഓ പിന്നെ, നീ പൊളുത്തും. ഒന്ന് പോടാ വിരട്ടാതെ. ചേട്ടാ, വഴക്കുണ്ടാക്കാതെ വരാനാ പറഞ്ഞത്. അതിനിടെ അയാൾ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വട്ടം കറക്കി. വേദനയോടെ പിടയുമ്പോഴും സരസ്വതി നിലവിളിച്ചില്ല. അടുത്ത ഭാഗം നാളെ.